ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ചൂണ്ടിക്കാട്ടുന്നത് അടിമുടി വീഴ്ചയിലേക്ക്. ജയിലിൽ ഇല്ലെന്നറിഞ്ഞത് മണിക്കൂറുകൾക്ക് ശേഷം. ജയിൽ വളപ്പിൽ ഒളിച്ചിരുന്നത് 2 മണിക്കൂർ. 4 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഗോവിന്ദച്ചാമിക്ക് ജയിലിനുള്ളിൽ സഹായം കിട്ടിയിട്ടുണ്ടെന്ന് സൗമ്യയുടെ അമ്മ. ഈ ഗോവിന്ദച്ചാമി ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ ആരുടെല്ലോ സഹായം അവനുണ്ടായിട്ടുണ്ട്. അവനല്ലാതെ ഒരിക്കലും അവന് ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു മതിലും ഈ ജയിലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനും എല്ലാ സൗകര്യങ്ങളും ആരോ അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ജയിൽ ചാട്ടം ആയുധമാക്കി പ്രതിപക്ഷം. കണ്ണൂർ ജയിൽ ഭരിക്കുന്നത് ക്രിമിനലുകൾ എന്ന് വി ഡി സതീശൻ. അവർ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരെ പോലെ ജയിലിരിക്കുകയാണ്. ആ ജയിൽ എന്ന് പറയുന്നത് ഈ തടവുകാരായ ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒരു ജയിലാണ്. ഞങ്ങളിത് ഗോവിന്ദച്ചാമി ചാടിയപ്പോൾ ആദ്യം പറയുന്നതല്ല, ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ക്രിമിനലുകൾക്ക് എല്ലാ സഹായവും നൽകുന്നുവെന്ന് സണ്ണി ജോസഫ് വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ച് എം വി ഗോവിന്ദൻ. ചാടിയുണ്ടെങ്കിൽ വീഴ്ച പറ്റുന്നില്ല. ഇതിനർത്ഥം പിടിച്ചു എന്നുള്ളത് കൊണ്ട് അത്രയേ ഉള്ളൂ എന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇത്രയും വൃത്തിയാണ്. വീഴ്ചയില്ലാതെ ചാടാൻ പറ്റുമോ? സുരക്ഷ അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് ജയിൽ DGP. അന്വേഷണം നടക്കുന്നുണ്ട്. അതിലെല്ലാ കാര്യങ്ങളിലും നമ്മൾ വളരെ വ്യക്തമായി പോയിട്ട് നോക്കിയിട്ട് ആരുടെ ഭാഗം വീഴ്ച ഉണ്ടെങ്കിൽ നെട്ടടി മാറും, ആരുടെ ഭാഗം തെറ്റുണ്ടെങ്കിൽ അതിൽ വരുന്ന നെട്ടടിവ് നമുക്ക് മുന്നോട്ട് ഇത് എങ്ങനെ തടയണം അതിൽ കൃത്യമായി നമ്മുടെ ഒരു നിർദ്ദേശങ്ങൾ അയക്കാം. അതുവേണ്ടി മാത്രമേ എനിക്ക് ഈ സമയം പറയാനുണ്ട്. സ്കൂൾ സമയമാറ്റത്തിൽ നിന്ന് പിന്നോട്ട് പോകാതെ സംസ്ഥാന സർക്കാർ. സമസ്തയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി. പരാതി അടുത്ത വർഷം പരിഗണിക്കാമെന്നും വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ. നാളെ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നെയ്യാറിൽ 2 പേർ മുങ്ങിമരിച്ചു. ഇടുക്കിയിൽ മരക്കൊമ്പൊടിഞ്ഞു വീണ് സ്ത്രീക്ക് ദാരുണാന്ത്യം. പത്തനംതിട്ടയിൽ വ്യാപക മഴക്കെടുതി.